വാവ്, ഇതിപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റിയല്ലോ. അതെ, ഇനി അവളെ വെച്ചിട്ട് നമുക്ക് കളി തുടങ്ങാം. എടാ, എല്ലാം ശരിയാണ്, അവളാ മാധവൻ്റെ മോളാ. പക്ഷേ ആ കൊച്ചനെന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് വിളിച്ചിടുന്നേ? അതിനോട് എനിക്ക് താല്പര്യമില്ല. നീ വലിയ നല്ലുണ്ണി ചമയൊന്നും വേണ്ട. നമ്മളായിട്ട് പോയി തേടി കണ്ടുപിടിച്ചോന്നല്ലോ, അവളായിട്ട് നമ്മളെ മുമ്പിൽ വന്ന് പെട്ടതല്ലേ. എന്തായാലും പെട്ടു. ഇനി അവളെ വെച്ചിട്ട് തന്നെ കളി തുടങ്ങാം. അതാകുമ്പോൾ വേഗം പണി കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. എടാ ചേടാ, നീ ഈ ഭ്രാന്തന്മാരും പറയുന്നത് കേട്ട് തുള്ളാൻ നിൽക്കല്ലേ. ആ കൊച്ചിനെ വെറുതെ വിട്ടേക്ക്. നമുക്ക് ഒരുപാട് വഴികളുണ്ട് മാധവൻ്റെ അടുത്തേക്ക് എത്താൻ. ഒരു പെൺകൊച്ചിനെ തൊട്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആടാ, നീ പറഞ്ഞൊക്കെ ശരിയൊക്കെ തന്നെ. അയാളുടെ അടുത്തേക്ക് എത്താൻ നമുക്കൊരു പെൺകൊച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ കാന്താരീനെ ഞാൻ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? നീ എന്താ പറഞ്ഞു വരുന്നേ? അതായത് രമണ, ഈ ജെയ്ഡന് ഈ ജന്മത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് അവൾ മതി. സോ ഞാൻ അവളെയും കൊണ്ടേ പോവുള്ളൂ. എന്തായാലും തള്ള നാട്ടിലേക്ക് വിളിച്ച സമയം കൊള്ളാം. എടാ കോപ്പേ, കുറച്ച് മുന്നേ നീ ഇതൊന്നല്ലല്ലോ പറഞ്ഞേ. ഞാനെന്താ പറഞ്ഞേ? അവൾ വന്ന ടൈം തെറ്റിപ്പോയെന്നല്ലേ പറഞ്ഞുള്ളൂ. അവളെ നോക്കില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എടാ, ഇത് തമാശയല്ല. അയാൾ നമ്മളോട് കാണിച്ചത് എന്താണെന്ന് നീ മറക്കരുത്. എന്നിട്ടാണ് നീ അല്ല, നിനക്കെന്താ ഇത്ര ഉറപ്പ് അവൾ സ്വന്തം തന്തേനെ സ്വഭാവം കാണിക്കില്ലെന്ന്? അതോർത്ത് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നിനു വേണ്ടി ഞാൻ അവളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൾ ഈ ജെയ്ഡൻ്റെ പെണ്ണ. ഉണ്ടമ്പരിയാ? അവളും നിന്നെ തേച്ചിട്ട് പോകുമ്പോൾ നീ അങ്ങ് പഠിച്ചോളും. അല്ലേലും ഞങ്ങൾ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ നിനക്ക്. നിനക്കെന്താണോ ശരി അതല്ലേ നീ ചെയ്യുള്ളൂ. ഓ, ഇവനെ കൊണ്ട് അതൊക്കെ വിട്. ആദ്യം അവളെ അഡ്രസ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുള്ള വഴി നോക്ക് വേഗം. ഓ, എന്തിനാണ് മഹാനിപ്പോൾ അഡ്രസ്സ്? വീട്ടിൽ പോയി പെണ്ണ് വയ്ക്കാനാണോ? അജാക്സ, നീ വെറുതെ കലിപ്പാവല്ലേ. ഒന്നില്ലേലും അവൾ നിങ്ങളെയൊക്കെ പെങ്ങളാവണ്ടല്ലേ. അവളുടെ അഡ്രസ്സല്ലേ ചോദിച്ചുള്ളൂ. ഒറ്റ വീക്കങ്ങ് വെച്ചെന്നുണ്ടല്ലോ, അപ്പുറത്ത് പോയി കിടക്കും നീ. ആരുടെ പെങ്ങളാടാ അവള്? അവൾക്കെന്നെ പെങ്ങളാവാൻ പറ്റുമോ ഇല്ലയോ ഞാൻ നോക്കട്ടെ. അതെനിക്ക് അവളെ നേരിൽ കാണണം. എന്നിട്ട് അവൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ അതിനൊക്കെ കൂട്ടിക്കുള്ളൂ. അല്ലാത്ത പക്ഷെ ഒന്നിനും ഞാനില്ല. നിനക്ക് അവളെ നേരിൽ കണ്ട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് നമുക്ക് ശരിയാക്കാം. ഞാനും ഉണ്ടാവും കൂടെ. ഓ ആയിക്കോട്ടെ, അതൊക്കെ ആയല്ലോ. എന്നാ വാമ്പ് താഴത്തേക്ക് പോവാം. എടാ അലക്സേ, നീ മമ്മീനോടും പപ്പേനോടും പറഞ്ഞു പോണ കാര്യം? ഇല്ല, പറയണം. എന്നാ വാ, ഇപ്പം പറയാം. മമ്മീനോട് ഇപ്പം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് പോയി പറയാം. വാടാ. ഓ, ഈ ചെറുക്കന്മാരെ കൊണ്ട് ആ ടിവിന്റെ സൗണ്ട് കുറയ്ക്കടാ. മനുഷ്യന് ചെവിക്കൊരു സ്വൈര്യം തരാണ്ടേ. എടാ, ആരെങ്കിലും ആ വാതിലൊന്ന് പോയി തുറക്കടാ. സോറി മമ്മി, ഞങ്ങൾ ഇവിടെ മൂവി കാണുന്നത് കണ്ടില്ലേ. ഇവിടെ നിന്ന് ഇപ്പൊ എണീച്ച് ഇതിന്റെ ഫ്ലോ അങ്ങ് പോകും. മമ്മി എന്നെ പോയി തുറക്ക്. ഓ, അങ്ങനെയും കുറെ എണ്ണം. ഈ വാതിലൊന്ന് തുറന്നെന്ന് വെച്ച് അവൾക്ക് എന്തേ പറ്റി പോവോ? അയ്യോ മോനെ, ഇവൾക്കെന്നാ പറ്റിയേ? എന്താ നീ കാലിനൊരു കെട്ടൊക്കെ? കാലെങ്ങനെ പൊട്ടിയോ? നീ എവിടെ പോയിട്ടാ പെണ്ണ വീണേ? എൻ്റെ പൊന്നാൻറ്റി, ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഒന്ന് വീട്ടിലുള്ളോട് കയറട്ടെ, എന്നിട്ട് ഈ മുതലിനെ എവിടെയെങ്കിലും നിറക്കട്ടെ. മുടിഞ്ഞ വെയിറ്റോ അതിന്. ആരുടെ അത്? നല്ല പരിചയമുള്ള വോയിസ് ആണല്ലോ. അതന്നെ ഞാനും നോക്കി. അല്ല, മമ്മി എന്നാത്തിനാ ടെൻഷനായി നിൽക്കണേ? വാഴ പോലെ നിരന്നിരിക്കാണ്ട് എല്ലാം മാറി കൊടുക്കടാ. മോനെ സോഫയമ്മയ്ക്ക് കെടുത്തിയോ? അയ്യോ എടി, നിനക്കെന്താ പറ്റിയേ? ഇങ്ങനെ എല്ലാരും കൂടി ഒച്ച ഉണ്ടാക്കാൻ മാത്രം ഒന്നുമില്ല. ഞാൻ ഒന്ന് ചെറുതായിട്ട് വീണതാ. ചെറുതായിട്ട് വീണിട്ടാണോ കാലിന് ഇത്രയും വലിയ കെട്ടൊക്കെ? സത്യം പറ, ഇവനെന്തേ നിന്നെ കാണിച്ചതാണോ? ഇനി അതും കൂടി എൻ്റെ തലയ്ക്ക് അങ്ങോട്ട് ഇടും. ബിക്കോസ് നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. നീ തള്ളിയിട്ടതാവും ഇവിടെ. ഒന്ന് പോടോ. ഇവളെയും തള്ളിയിട്ട് നടക്കലല്ലേ എൻ്റെ പണി. തൻ്റെ പെങ്ങ് കണ്ണില്ലാത്ത എൻ്റെ കുഴപ്പമില്ല. സഹായിച്ചതും പോരാ, ഇപ്പം എൻ്റെ മേത്തേക്ക് കയറണോ? ഒന്ന് നിർത്തുവോ? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഇച്ചായി എന്നെ ആദ്യമൊന്നും ചെയ്തതല്ല, ഞാൻ തന്നെ വീണതാ. കേട്ടല്ലോ, ഇനി എൻ്റെ മെക്കട്ടേക്ക് കയറാൻ വരരുത്. നീ പോടാ ചീട് ചേർക്ക. നീ അവൻ പറയണ കാര്യം നോക്കണ്ട. അല്ല, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ചെറുതായിട്ട് കാലൊന്ന് ഉളുക്കിയിട്ടുണ്ട്. സോ 2-3 വീക്ക് റെസ്റ്റ് എടുത്തോട്ടെ. കാലിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കാണ്ട് നോക്കിയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ നോക്കിക്കോളാം. എന്നാ നീ ഇവിടെ ഇരിക്കേ, ഞാൻ എന്തേ കുടിക്കാൻ എടുക്കാം. അയ്യോ ആൻറ്റി, ഈ പ്രാവശ്യം ഒന്നും വേണ്ട. ഞങ്ങളെ ഫുഡ് കഴിച്ചിട്ടാണ് വരണേ. എന്നാൽ ഞാൻ ഇറങ്ങാം കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആണോ? എന്നാ ശരിയടാ, നീ പോയിട്ട് വാ. എൻ്റെ ഉണ്ടെങ്കിൽ വിളിക്കണ്ട്. എന്താ മോളെ കണ്ണും കണ്ണൊക്കെ? ഒരു ചായ ഉണ്ടോ അങ്ങോട്ടേക്ക്? ഒന്ന് പോച്ചായി.
ആര് നോക്കിയെന്ന വെറുതെ ഓരോന്നും പറയരുത് കേട്ടോ. മനുഷ്യനോടെ കാല് വേദന എടുത്ത് നിൽക്കുമ്പോഴാണ് ഇച്ചായി ഓരോന്നും പറഞ്ഞു വരുന്നേ. ഓ അങ്ങനെ. എനിക്ക് പിന്നെ കണ്ണൊന്നും കാണില്ലല്ലോ ഇവിടെ നടക്കുന്നത് കാണാതിരിക്കാൻ. ഒരു ദിവസം ഞാൻ പൊക്കുണ്ടൊക്കെ. നീ അവൻ പറയണ കാര്യം നോക്കണ്ട, അവന് ഭ്രാന്ത. എന്നാലേ നല്ലപോലെ റെസ്റ്റ് എടുത്തോ, നീ കാലധികം അനക്കി കളിക്കണ്ട. എടി അമ്മു, നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ? എനിക്ക് ഡ്യൂട്ടി കയറണ നേരായി. നിന്നെ അവിടെ ആക്കിയിട്ട് വേണം എനിക്ക് പോവാൻ. ഓ വിളിച്ച് കയറണ്ട, ഞാൻ എത്തി. വാ പോവാ. പോവാ. പക്ഷെ എൻ്റെ ബുക്കൊക്കെ എവിടെ? ബുക്കൊന്നും ഇല്ലാണ്ട് നീ എങ്ങോട്ടാ പോണേ? എന്താണ് ഏട്ടാ, ഇടയ്ക്കാ ഞാൻ അങ്ങോട്ട് പോണത് തന്നെ. അവിടെ പോയിട്ട് ഞാൻ പഠിക്കാന്നൊക്കെ പറയുമ്പോൾ നടക്ക് മുമ്പിൽ ഞാൻ എടുത്തിട്ട് വരാം. പഠിക്കാൻ പറഞ്ഞ കൊല്ലുന്നതിന് തുല്യ. ഇങ്ങനെയൊരു ജന്തു. എന്ത് പറ്റി തമ്പുരാൻ ഇവിടെ നിന്നായത്? നടക്കണ്ട്. പിന്നെ ഒരു കാര്യം അമ്മോ, അവിടെ പോയിട്ട് വല്ലതും ഒപ്പിക്കാനാ നിന്റെ ഒരുക്കെന്ന് വെച്ചാ എന്റെ സ്വഭാവം നീ അറിയും. പറഞ്ഞില്ലെന്നേണ്ട. അവനിറ്റം വെറുപ്പിക്കാൻ പോയി എൻ്റെ കൈയും കഴിഞ്ഞ വെട്ടിക്കാളുടി പൂച്ച കുഞ്ഞെ. പിന്നെ ജൻസേന്റെ കാല് ഒടിഞ്ഞു കുത്തിരിക്കുക. അവളെ മെക്കട്ടയും കയറാൻ നിൽക്കണ്ട. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്കറിയാം. ഓ ഇങ്ങനെ ഒന്നും പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഉണ്ടംപോരി അറിയാം. മര്യാദ നടക്കും മുമ്പിൽ. അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഒപ്പിക്കുക. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതെന്തൊരു കഷ്ടാണ്. ഞാൻ ഇവിടെ അടങ്ങിയിരിക്കൂലേ? എന്നെ പൊക്കി കൊണ്ടുപോകണ ആരാ? ഞാൻ പറഞ്ഞു എന്നെ ആടെ കൊണ്ടാക്കണം എന്നൊക്കെ. മര്യാദയ്ക്ക് ഇവിടത്തേക്ക് ഇരിക്കാൻ സമ്മതിക്കൂല. ആടി അല്ല, ഞാൻ ഒറ്റയ്ക്കൊക്കെ പോവാ. എന്നാലല്ലേ എൻ്റെ മോക്കി നാട് ഫുള്ള് കറങ്ങാൻ പറ്റുള്ളൂ. ഇനി ഇന്ന ഊക്ക് കുത്തിരുന്നിട്ട് അല്ല പിന്നെ. മക്കള് കയറിവാ, ഞാൻ നിങ്ങളെ കാത്തുക്കേനി. എടി ജീനെ, മക്കള് വന്നിട്ടോ? എന്നാ അങ്കിളേ ഞാൻ പോട്ടെ, എനിക്ക് ഡ്യൂട്ടി കയറണ നേരമായി. ആൻറ്റീനോട് പറഞ്ഞാൽ മതി. അവനെടെ? അവനിപ്പോ ജോഗിങ് കഴിഞ്ഞിട്ട് കയറി വന്നിട്ടേ ഉള്ളൂ. കുളിക്കാൻ പോയിണ്ടാവും. മോൻ പോയിക്കൊന്നാല്, ഡ്യൂട്ടിക്ക് കയറുന്ന സമയം കാണണ്ട, ഞാൻ പറഞ്ഞോളാം. എന്നാ ശരി, ഞാൻ പോട്ടടി. ഞാൻ രാത്രി വരുന്നുണ്ട്. നീ എന്തിനടി കൊച്ചങ്ങ നിക്കണേ? അവിടെ ഇരി, സോഫയമേലടി ഇരി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നൂടെ? എൻ്റെ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരലുണ്ടല്ലോ, അവൻ്റെ കൂടെ അങ്ങ് വന്നൂടെ? എനിക്കും കുറേ കാലമായി നിന്നെ കണ്ടിട്ട് തന്നെ. എന്ത് ചെയ്യാനാ അങ്ങളെ, ഭയങ്കര ബിസിയല്ലേ, പഠിക്കുന്ന തിരക്കിലാ ഞാൻ. ഇങ്ങനെ തെണ്ടി തീരിന്റെ കുട്ടികളെ പോലെയാണോ? എനിക്ക് പഠിക്കാൻ ഇഷ്ടം പോലല്ലേ. അതെ അതെ, ഒരു പഠിത്തക്കാരി വന്നിക്കണു. വാ തുറന്നാ കള്ളത്തിലേ പറയാൻ പാടുള്ളൂ കേട്ടോ. എന്ത് ചെയ്യാനാ, അങ്ങളെ മോനല്ലേ പഠിപ്പിക്കുന്നേ, അപ്പൊ കള്ളത്തരം പറയാണ്ടക്കോ. നീ വന്നോ? ഞാനേ അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിനതാ. അവൻ പോയോ? ഏട്ടന് ഡ്യൂട്ടി കയറേണ്ട നേരമായി, അപ്പൊ ഏട്ടൻ പോയതാ. ആന്റിനോട് പറയാൻ പറഞ്ഞിട്ടേനി. എന്നാ ആയിക്കോട്ടെ. നീ എന്ത് കഴിച്ചടി? കഴിച്ചില്ലെങ്കിൽ വാ, ഫുഡ് എടുത്തേക്കാം. ഞാൻ കഴിച്ചിട്ടാ തന്നെ. ആണോ? എന്നാ നീ ഇവിടെ ഇരുന്ന് മുഷിക്കണ്ട, ജൻസൺ റൂമിലേക്ക് പോയിക്കോ, അവളാ റൂമിലുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെട്ടോ. ഹലോ ചേച്ചി, അകത്തേക്ക് കയറാൻ പറ്റുമോ? ആരത്? അമ്മോ, നീ കയറി വാടി. എപ്പോൾ എത്തി? ഞാൻ എപ്പോൾ എത്തിയിട്ടുള്ളൂ. എന്താണ് കാലിനൊക്കെ വയ്യാന്ന് കേട്ടു. എവിടെ പോയിട്ടാ വീണത്? ഓ, അപ്പം എന്നെ കളിയാക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ഇറങ്ങിക്കോ എൻ്റെ റൂമിൽ നിന്ന്. അല്ല പിന്നെ കളിയാക്കാൻ ഒറ്റ ഇവിടെ കയറി പോയത്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. അതൊക്കെ പോട്ടെ. നീ എങ്ങനെയാ വന്നേ? ഒറ്റയ്ക്കാന്നാണോ? അല്ല, ഏട്ടൻ കൊണ്ടാക്കി പോയി. ഏട്ടന് ഡ്യൂട്ടിക്ക് കയറുന്ന നേരമായല്ലോ, അപ്പം ഏട്ടൻ കൊണ്ടാക്കി പോയതാ. എന്നാ പട്ടിക്ക് ഇന്നെ ഒന്ന് കണ്ടുപോയിക്കൂടെ? എവിടെ നിന്ന് നേരം കിട്ടാനാ? അല്ലെങ്കിൽ എന്നെ കാണാനൊന്നും നേരം കിട്ടൂല. പോട്ടെ. ചേച്ചി എന്തേലും പറഞ്ഞോ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് വെറുതെ തോന്നിയതാവും. അല്ല, ഈ ബാഗിലൊക്കെ എന്താ? ഇനി എനിക്കില്ല എന്തെങ്കിലാണോ? ഏയ് ഇതെൻ്റെ ബുക്കാ. ചേച്ചിക്ക് വേണമെങ്കിൽ ചേച്ചി എടുത്തോ, എനിക്കാവശ്യമില്ല സാധനം. മറ്റന്നാൾ എക്സാം ആയതുകൊണ്ട് ഏട്ടൻ എടുത്തോളാൻ പറഞ്ഞതാ. ഇവിടുന്ന് പഠിക്കാനേ അതിന് ആര് പഠിക്കും? എൻ്റെ അടുത്താ കളി, ഞാൻ പഠിക്കൊന്നുമില്ല. ബെസ്റ്റ്. നിന്റെ സാറ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് ഒന്ന് ഓർക്കണത് നല്ലതാ. അത് കേട്ട് വരണ്ട. അത് പറഞ്ഞപ്പോഴാ ഞാൻ സാറെടുത്ത് പോയിട്ടൊന്ന് ഹാജരായിട്ട് വരാം. ചേച്ചി ഇവിടെ ഇരുന്നട്ടോ, എൻ്റെ വേണേൻ്റെ ബുക്ക് എടുത്ത് വായിച്ചോ. ഞാനിപ്പോൾ വരെ. അപ്പോൾ പിന്നെ ഈ ബുക്ക് വായിച്ചിട്ട് വേണമല്ലോ എനിക്കിപ്പോൾ പാസ്സാവാൻ. ഒന്ന് ഓടി കിടന്നു. നീ പോയിട്ട് വാ, ഞാൻ അവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എന്റെ പരശുനെ കടവ് മുത്തപ്പ, നോമെന്തായി കാണണേ? നീയോ? നീ എന്താ ഇവിടെ? ഞാൻ തന്നെയാ. വന്ന നന്നായി, നല്ല കണി കാണാൻ പറ്റി. നല്ല മസലുണ്ടല്ലോ സാറിന്. ഇതൊക്കെ എപ്പോ ഒപ്പിച്ചു? എടി നാണമില്ലാത്ത പെണ്ണേ,
ഒരു അന്യപുരുഷന്റെ റൂമിലേക്ക് കയറുമ്പോൾ നോക്ക് ചെയ്യാൻ അറിയില്ലടി ഞങ്ങൾക്ക്. അതാരാ ഈ അന്യപുരുഷൻ? ഞാൻ നിങ്ങളെ മാത്രമേ ഇവിടെ കാണുള്ളല്ലോ. നീ റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? നിന്റെ മറ്റവൻ പെറ്റ് കിടക്കണ്ട ഇവിടെ. അല്ല പിന്നെ, അല്ല നീ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ആരോടെ കൊണ്ടാക്കി പോയേ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം സാറ് പോയിട്ട് എന്തെങ്കിലും ഷർട്ടോ ബനിയനോ എടുത്തിടാൻ നോക്ക്. അല്ലെങ്കിലേ എൻ്റെ ഈ കണ്ണ് എൻ്റെ നിയന്ത്രണം നിൽക്കൂല. ഛേ, ഇവിടെ എന്നെ പേടിപ്പിക്കുവോ? സാർ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ലേ. ആ, ഇനി എന്റെ മോള് പറ, എങ്ങനെ അവിടെ എത്തി? എന്നെ ഏട്ടൻ കൊണ്ടാക്കി. വീട്ടിലാരും ഇല്ലാത്തോണ്ട് എന്നെ ഇടാക്കി തന്നു പോയതാ. എന്നിട്ട് അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നീ വരുന്ന കാര്യമൊന്നും. അതിന് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടണ്ടേ? അതുകൊണ്ട് അങ്ങനെ വിളിച്ചു കാര്യം പറഞ്ഞു. ഏട്ടൻ ഇവിടെ കൊണ്ടാക്കി തന്നു പോയി. ആ, ഞാൻ ഫോൺ എടുക്കാണ്ട് ജോഗിങ്ങിന് പോയിനെ. ഇനിയിപ്പോൾ അവൻ്റെ അടുത്ത് കേൾക്കാൻ എനിക്കിത് മതി. ആ, അതിങ്ങൾ രണ്ടാം കൂടി തീർത്തോളി. അല്ല സാറേ, ഈ മസിലൊക്കെ സാർ ജോഗിങ് ചെയ്തുണ്ടാക്കിയതാണോ? ഏയ്, അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിയതാ. ഓ, ഒരു തമാശയായി പോയി. ഒന്നില്ലെങ്കിലും നിങ്ങളുടെ സാറല്ലേ. ഒരു സ്റ്റുഡന്റ് സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞൂടെ ഇങ്ങനെ ഒരു മനുഷ്യൻ? ഓ, നല്ല നല്ല സംശയങ്ങളാണല്ലോ എൻ്റെ അടുത്ത് അല്ലെങ്കിലും വരല്. സംശയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, എനിക്ക് മറ്റന്നാൾ എക്സാം അല്ലേ, അതിൻ്റെ ഒരു സംശയം ഞങ്ങൾക്ക് ഇല്ലല്ലോ. ഇനി അതായല്ലോ, പഠിച്ചാലല്ലേ സംശയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അല്ല, നിങ്ങളുടെ ജീവിതാഭിലാഷം വല്ലതാണ് എന്നെ കളിയാക്കുക എന്നുള്ളത്? ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തുക അപ്പേക്ക് കളിയാക്കാൻ വരാൻ. അത് നിന്റെ സ്വഭാവം ഗുണം കൊണ്ടാ. ആ പിന്നെ, എൻ്റെ കയ്യിൽ ബുക്കൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിൽ നോട്ട്സ് ഉണ്ട്, ഞാൻ പഠിപ്പിച്ചുതരാം കേട്ടോ. അപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. ഈ കാലമാണ് സമ്മതിക്കൂല. കോളേജ് കഴിഞ്ഞപ്പോൾ സ്വസ്ഥത ഉണ്ടായി, ഇപ്പം അതും ഇല്ലാണ്ടായി. ഞാനൊരു ഞെട്ടിക്കണ കാര്യം പറയട്ടെ സാറിനോട്. എൻ്റെ കയ്യിൽ ബുക്സ് ഉണ്ടല്ലോ, ഞാനത് നോക്കി പഠിച്ചോളാം. എന്നാരും പഠിപ്പിക്കാന്ന് വേണ്ട. ബുക്സോ കൊണ്ടുവന്നുണ്ടോ? അതെന്തായാലും ചിന്തിക്കണ കാര്യമൊക്കെ തന്നെ. പക്ഷേ മോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണ്ട, ഇങ്ങോട്ട് ആ ബുക്കും കൊണ്ടുപോരട്ടോ. എൻ്റെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടെ. ആ ബുക്കാനെ ചിലപ്പോൾ ആദ്യം പറഞ്ഞിട്ട് ബാഗിലെടുത്തിട്ടാവും. അല്ലാണ്ട് ഈ സ്വയം ഒന്നും കൊണ്ടുവരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മോൾ ആ ബുക്കൊക്കെ എടുത്തിട്ട് പോര്. ആ, ഞാനിപ്പോഴാ ഓർത്ത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആൻറ്റി എന്നെ താഴത്തേക്ക് വിളിച്ചിട്ടുണ്ടേനി. ഞാൻ എന്താ കാര്യം ചോദിച്ചിട്ട് ഇപ്പം വരട്ടോ. മോളിപ്പോൾ ഒരു ആൻറ്റീൻ്റെ അടുത്തേക്കും പോണില്ല. എന്തെങ്കിലും കാര്യം കിട്ടാൻ നിൽക്കുക പഠിക്കാണ്ടൊക്കെ. നിന്നെ പഠിപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ പൊന്ന് സാറല്ലേ, ഇപ്പൊ ഞാൻ വന്ന് കേറിയിട്ടേ ഉള്ളൂ. അപ്പേക്ക് പഠിക്കാന്നൊക്കെ പറയുമ്പോ ഞാൻ കുറച്ചായിട്ട് പഠിച്ചോളാം. ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാളെ എനിക്ക് ഫ്രീ ആയിക്കൂടെ? പിന്നെ മറ്റന്നാൾ പോകുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്താൽ പോരെ? എല്ലാം പെട്ടെന്ന് തീർക്കണ നല്ലത്. അപ്പം മോളൊന്നും പറഞ്ഞു വരണ്ട. അയ്യോ, ഇതിന് രാത്രി വരെ സഹിക്കണ്ടേ? ഞാൻ എന്ത് ചെയ്യും? കിടന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടാണ്ട, പോയി ബുക്ക് എടുത്തു പാടി. നോക്കി വെച്ചോ കള്ള മോയലെ, ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട്. നിന്നോട് ആരുടെ വിളിയും കൊണ്ട് വരാൻ പറഞ്ഞേ? എന്താ എന്നെയും കൊണ്ട് വന്നാലെന്താ പ്രശ്നം? എനിക്ക് അവളെ കാണണം, അല്ല പിന്നെ. ആ, നീ അതിനിടെ കൂടെ അവളെ കാര്യം പറഞ്ഞു കൊടുത്തോ? എടാ, അത് ഞാൻ ആ ഫ്ലോലങ്ങ് പറഞ്ഞു പോയതാ. പിന്നെ ഞാനിന്ന് നിങ്ങളെ കൂടിയാ വരുന്നതെന്നും കൂടി പറഞ്ഞപ്പോ ഇവിടെ എടുത്ത് ചാടിയതാ. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, ഇപ്പൊക്കെ മനസ്സിലായി. ഇപ്പൊ ഞാൻ ആരും അല്ലാണ്ടായി. ഞാൻ ഇപ്പൊ ഒരു ഭാരമാണല്ലോ നിങ്ങൾക്കൊക്കെ. എന്റെ അലസിച്ചാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊക്ക് ഒന്നും അനുഭവിക്കേണ്ടി വരില്ല ഇനി. എടി ഐറിനെ, നീ ഒന്ന് അടങ്ങ്. അവൻ അങ്ങനെ പറഞ്ഞതൊന്നും അല്ല. നീ ഒന്നാമതേ പ്രഗ്നന്റ് അല്ലേ, അതിനിടയിൽ കൂടെ ഇപ്പൊ ഇങ്ങനെ ഓടിയെടുക്കാനൊക്കെ പറ്റുമോ? അതാണ്, വേറെ ഒന്നുമില്ല. അല്ല, അവൻ അങ്ങനെയല്ല പറഞ്ഞേ. ഒക്കെക്ക് മനസ്സിലാവുന്നുണ്ട്. അവനൊന്നും ഇപ്പൊ എന്നെ വേണ്ടാതായി. ഒക്കെ ഇപ്പൊ ഞാനൊരു ഭാരമാണല്ലോ എല്ലാവർക്കും. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പോലെയല്ല അവനൊന്നും കണ്ടേ, ഞാൻ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാ കണ്ട്. എന്നിട്ടാണ് അവൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യണേ. ഞാൻ പോവുക, നിങ്ങൾ നാലാളും കൂടി എന്തേലും കാണിക്കും. എനിക്ക് ഒരുത്തിനും കാണും വേണ്ട, ഒന്നും ചെയ്യും വേണ്ട. ഇവള് ഇങ്ങോട്ട് പാടിയായിരുന്നേ, വെറുതെ മോങ്ങാൻ കുത്തിരിക്കുക. എന്നെ ആരും പിടിക്കാൻ തൊടാനും വരണ്ട. ഞാൻ പോവുക. നിങ്ങൾ നാലാളും പാടെ എന്താ വെച്ചാൽ കാണിക്കും. അല്ല പിന്നെ സന്തോഷിച്ച് ഇറങ്ങി വന്ന് എന്നെ വേണം പറയാൻ. എടി, നീ വെറുതെ സീനാക്കല്ലേ. വാ, നമുക്ക് എല്ലാവർക്കും പാടെ പോയി വരാം. നീ വെറുതെ കുഞ്ഞു കളിച്ച് ഓരോത് കാണിച്ചു കൂട്ടാണ്ട്. അപ്പൊ അങ്ങോട്ട് ആരും നിന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട. ഞാൻ പോവുക. ആ, എന്നാലേ നമുക്കുള്ളോട് കയറാം. അവള് പോട്ടെ. പിന്നെ ഇവിടുന്ന് ബസ്സൊന്നുമില്ല കേട്ടോ. പിന്നെ ആ പോണ വഴിക്ക് ഫുള്ള് കഞ്ചാവ് അടിച്ചിരിക്കണ ചെക്കന്മാരാ. ഓരെന്തേലും ചെയ്ത് മറിച്ച് കയറിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് അരിഞ്ഞു തരാൻ നിൽക്കരുതേ. ഞാൻ പോവാന്ന് പറഞ്ഞൊരു കൂസലുണ്ടോ ഒരെണ്ണത്തിനും? കാണിച്ചു തരട്ടാ. അങ്ങനെ ഞാൻ ഇല്ലാണ്ട് ഒരൊറ്റ അവളെ കാണാൻ പോണ്ട. ഞാനും വരും. നടക്കങ്ങോട്ട്. എന്നാലേ നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയി വരാം. ഓ, എന്തേലും കാര്യം നടക്കാൻ പോകുമ്പോഴേക്കും അവന് ബാത്റൂം പോകണം. അല്ലേ അവനൊരു സമാധാനമില്ല.
ഇച്ചായ അമ്മക്ക് ഈ സാധനം വാങ്ങിയാലോ? നിനക്ക് എന്താ വേണ്ട വെച്ചാൽ അതൊക്കെ വാങ്ങിക്കോ. എന്താ ചേച്ചി വിളിച്ചേ? നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? എന്നാ നീ ഒന്ന് ആ ടേബിളിൽ പോയി കസ്റ്റമറിനെ ഡീൽ ചെയ്യോ? എനിക്കിവിടെ കുറച്ച് പണിയുണ്ടതാ. ഓ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, ഞാൻ നോക്കിക്കോളാം ചേച്ചി. ചേച്ചിയുടെ പണി ചെയ്തോ? ഏതാ കുട്ടി? എനിക്കൊന്ന് കാണിച്ചു ഉണ്ടാ വേഗം. അത് ഞങ്ങൾക്ക് അറിയൊന്നുമില്ല അത് ഏതാ കുട്ടിന്ന്. അവൻ വരണോ, അല്ലാണ്ട് ഞങ്ങളായിരുന്നു കണ്ടുപിടിക്കാനോ? അവനെ കണ്ടുള്ളൂ, അതിനെ ഞങ്ങളാരും കണ്ടിട്ടൊന്നുമില്ല. അവൻ ഫോട്ടോ പോലും കാണിച്ചെന്നില്ലേ പരമതെണ്ടി. ഇനിയിപ്പോൾ അവൻ വരുന്നതിന് മുമ്പേ ആ കുട്ടി പോയാലോ? അവൻ്റെ ഫോട്ടോ കണ്ടു, പക്ഷെ ആ തിണ്ടി കാണിച്ചു തരാത്തതാ. അവൻ പറഞ്ഞു ഞങ്ങളോട് നേരിട്ട് കണ്ടാൽ മതിയെന്ന്. അപ്പം ഞങ്ങൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൾ ഇപ്പോഴൊന്നും പോകില്ല, അവൾ ഇവിടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പം പിന്നെ വൈകുന്നേരം വരെയൊക്കെ ഉണ്ടാവുമല്ലോ, നീ ബേജാറാവണ്ട. അവൻ വന്നിട്ട് കാണിച്ചു തന്നാലും മതിയല്ലോ. എക്സ്ക്യൂസ് മീ, ഓർഡർ. ആ നിനക്കെന്താ വേണ്ട വെച്ചാൽ പറഞ്ഞോ. എനിക്ക് കോഫി മതി. നിങ്ങൾക്കോ? ഞങ്ങൾക്കും കോഫി തന്നെ മതി. അവനൊരു കോഫി പറഞ്ഞേക്കും, അവന് ഇഷ്ടമാണല്ലോ. ആ എനിക്ക് ഒരു കോഫിയും പിന്നെ ഇവിടുത്തെ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ പോന്നോട്ടെ. ഒരു സ്പൈസിയോ? അതൊക്കെ നീ തിന്നുവോ? നല്ല എരിവുണ്ടാവും കേട്ടോ. ആ ഞാൻ തിന്നും. എനിക്കിപ്പോൾ നല്ല സ്പൈസി ഫുഡ്സ് തിന്നാനാ തോന്നണേ. വാങ്ങിത്താ. ആ പിന്നെ എടുക്കുമ്പോൾ എല്ലാ പ്ലേറ്റും കുറച്ച് കുറച്ച് മതി കേട്ടോ. അവളത് ഫുള്ള് കഴിക്കൊന്നുമില്ല. അപ്പോൾ 5 കോഫിയും പിന്നെ സ്പൈസി ഫുഡ്സും. ആ ഓക്കെ സാർ. ആ കുട്ടിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ആ ഭംഗിയൊക്കെ ഉണ്ട്. ആ എടാ നിങ്ങൾ ഓർഡർ ചെയ്തോ? ഓ അതൊക്കെ ചെയ്തു. നീ ആ കുട്ടിനെ കാണിച്ചിട്ടുണ്ടോ വേഗം? ആ ഞാൻ നോക്കട്ടെ, അവിടെ നിൽക്ക്. ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. അവളൊന്നും വന്നില്ലേ? അപ്പം ഞങ്ങൾക്കാണോ അറിയാം അവൾ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന്? ആ ചിലപ്പോൾ അവൾ കിച്ചണിലാണെങ്കിലോ, പറയാൻ പറ്റില്ലല്ലോ. പുറത്തേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. സാർ നിങ്ങളുടെ ഓർഡർ ഇതാട്ടോ. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ഇത് അവളല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലേ ആള്? ഹലോ അണ്ണാൻകുഞ്ഞെ, നമ്മളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാം. ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ. ഓ ഈ ഒരു ആന്തരേനെ ഭഗവാനെ, ഇതിന്റെ മുമ്പ് തന്നെ വന്ന് പെട്ടല്ലോ. എന്താണ് അണ്ണാൻകുഞ്ഞെ ഇച്ചായനെ പുറമേ നിന്ന് കണ്ടിട്ട് ഒരു ഹായ് പോലും പറയണ്ട നിൽക്കുക എങ്ങനെ? എനിക്ക് കുറച്ച് പണി ഉണ്ട് അകത്ത്, അപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെട്ടോ. ആ പണിയൊക്കെ പിന്നെയും ചെയ്യാം. ഇതാ അവിടെ ഇരിക്കും, നമുക്കൊരു കോഫിക്ക് ആയാലോ? എടാ ചേടാ, നീ പറഞ്ഞ കുട്ടി ഇതാണോ? ആ ഇതന്നെ മുതല്. ഹായ്, ഇവൻ പറഞ്ഞിട്ടുണ്ട് തന്നെ പറ്റി. തൻ്റെ പേരെന്താ? ഈ പ്രാന്തം എല്ലാവരോടും പറഞ്ഞെടുക്കാണോ? അനന്യ. ഓ അനന്യ, പേര് പോലെ തന്നെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. താൻ ഒറ്റ മോളാ? താങ്ക് യു ചേച്ചി. ഞാൻ ഒറ്റ മോളല്ല, എനിക്കൊരു അനിയത്തിയും കൂടി ഉണ്ട്. ഓ ആണോ? അതെന്തായാലും നന്നായി. അടി ഉണ്ടാക്കാനൊക്കെ ഒരാളുണ്ടല്ലോ. പക്ഷെ ഞാൻ ഒറ്റ മോളാ, അതുകൊണ്ട് എനിക്ക് ഈ അടി ഉണ്ടാക്കാനൊന്നും ആരുമില്ല. പിന്നെ ഇവന്മാരൊക്കെ ഉള്ളതാണ് ആകെ ഒരു സമാധാനം. അതുകൊണ്ട് പിന്നെ ഇവന്മാരൊക്കെ അടി ഉണ്ടാക്കി ഞാൻ നടക്കുക. അത് ചേച്ചി പറഞ്ഞാൽ ശരിയാ. ഇയാളൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്നും അടി ഉണ്ടാക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഞാൻ തന്നെയാ ഉദ്ദേശിച്ചത്. അല്ല ചേച്ചിൻ്റെ പേരെന്താ? ചേച്ചി പറഞ്ഞില്ലല്ലോ. ആ ഞാനത് പറഞ്ഞില്ലല്ലേ. എൻ്റെ പേരായവൻ. ഇതെൻ്റെ കെട്ടിയവൻ ക്രിസ്റ്റി. പിന്നെ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷേ ഇവരൊക്കെ സീനിയേഴ്സ് ആയിരുന്നു, ഞാൻ അവരെ ജൂനിയർ ആയിരുന്നു എന്ന് മാത്രം. ഓ അപ്പോൾ ലവ് മാരേജ് അല്ലേ? ആ അങ്ങനെ വേണമെങ്കിലും പറയാം. അതാ അറിവില്ല പ്രായത്തിൽ ഓരോ കയ്യബദ്ധം പറ്റണത്. ഓ അറിവില്ല പ്രായത്തിലുള്ള കയ്യബത്തല്ലേ? നീ വീട്ടിലേക്ക് വാട്ടോ, അതിനുള്ള ഞാൻ തരുന്നുണ്ട്. കർത്താവെ പെട്ട്. എടാ ദൃഷ്ടി, അവള് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യമെങ്കിലും ഒന്ന് ഓർക്കണം കേട്ടോ. നീ പോടാ കാട്ടുവാസി അവിടുന്ന്. കിട്ടിയില്ലേ? നീ മിണ്ടാണ്ടിരിക്കട്ടാ. എടാ അണ്ണാകുഞ്ഞേ, താനൊന്ന് മനസ്സ് വെച്ചാ നമുക്കും ഇങ്ങനെ ചെറിയ അടിയും പിടിയൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഫാമിലി തുടങ്ങാവുന്നതേ ഉള്ളൂ. നോ താങ്ക്സ്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഐഷ്, ഇത്ര പെട്ടെന്ന് ഉത്തരം പറയലടോ. ആലോചിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഓ ഇത് എന്ത് തരം കോഴിയാ ദൈവമേ. ആ അനന്യ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേര് ജാക്സൺ. താൻ ജെയ്സന്റെ സ്റ്റുഡൻ്റ് അല്ലേ? ആ അതെ. ഓ അപ്പം ഇത് പാർട്ട് ടൈം ജോബാണോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ടെമ്പററി ആയിട്ട് നിൽക്കുക. കോളേജൊക്കെ കഴിഞ്ഞു, ഇനി എക്സാം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പെർമനൻ്റ് ആക്കണമെങ്കിൽ ആക്കാം എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പം വീട്ടിലെ കാര്യങ്ങൾ താനാണോ നോക്കുന്നത്? ഇപ്പം ഞാൻ അമ്മ പണിക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വയ്യാത്തോണ്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുക. അപ്പോൾ തൻ്റെ അച്ഛൻ എന്താ പണി? നീ ഒന്നും മിണ്ടാണ്ടിരുന്നടാ. അവൻ്റെ ഒരു ഉണക്കമര ചോദ്യങ്ങൾ. നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലെങ്കിൽ മിണ്ടാണ്ട് ഒത്തിരുന്നൂടെ?
നീ ഇവൻ്റെ ഗൗരവം കാര്യത്തിലാക്കൊന്നും വേണ്ട. അവന് പരിചയമില്ലാത്തവരോട് അവൻ എങ്ങനെയാ, പരിചയപ്പെട്ട അറിയാം. അവനൊരു പാവ. നീ അതുകൊണ്ട് അത് വലിയ കാര്യം ഒന്നാക്കാൻ നിൽക്കണ്ട. ആ എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കേ, എനിക്കകത്ത് കുറച്ച് പണിയുണ്ട്. എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആണോ, പണിയുണ്ടോ? എന്നാ താൻ പോയിക്കോ. വെറുതെ ഓണടുന്ന് പണിയെടുക്കാനായിട്ട് ചീത്തയാക്കാൻ നിൽക്കണ്ട. എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് പോവാണേ. അതെ, എനിക്കെന്തായാലും ആളെ പിടിച്ചിട്ടോ. പിന്നെ ജാക്സ, ഇനി മേല അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കരുത്. ഐ തിങ്ക് അവൾക്ക് അച്ഛനില്ലാന്നാണ് തോന്നണേ. അയാളെ പറ്റി ചോദിച്ചപ്പോൾ അവളെ മുഖം മാറണ ഞാൻ കണ്ടു. സോ ഇനി മേല നിൻ്റെ ഈ വൃത്തികെട്ട ചോദ്യങ്ങളായിട്ട് അവളുടെ അടുത്തേക്ക് പോകരുത്. ഞാൻ പോയി എന്നിട്ട് ഞാൻ അറിഞ്ഞാൽ കൊല്ലും നിന്നെ ഞാൻ. ഓ ആയിക്കോട്ടെ തമ്പുരാട്ടി. ആദ്യം വന്നെന്നാ തോന്നുന്നേ. ആണോ? എന്നാൽ ഞാൻ ഫുഡ് എടുത്തേക്കാൻ പോട്ടെ. അവരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഹായ് അങ്കിൾ, ഇന്ന് ഓഫീസിൽ പോയില്ലേ? ആ പോയി വന്നതേ ഉള്ളൂ. നീ ഇരിക്കടാ. അമ്മു എവിടെ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അവള് ജെയ്സന്റെ അടുത്തുണ്ട്, പഠിക്കാൻ തോന്നണോ, താഴത്തേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല. അവന്റെ അടുത്ത് പെട്ട് കുടുങ്ങിണ്ടാവും. അവൻ്റെ അടുത്തെങ്കിലും അവളെ ബുക്ക് തുറക്കുന്നുണ്ടല്ലോ, അത് മതി. ആൻറ്റി എവിടെ പോയി? ആ അവളെ അടുക്കളയുണ്ട്, ഫുഡ് എടുക്കുക. ഓ അല്ല, ഇവിടുത്തെ തമ്പുരാട്ടി എവിടെ പോയി? കാലിന് കുറവുണ്ടോ? ആ അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറച്ചു നേരത്തെ മുമ്പേ ഇവിടെ ഇറങ്ങി നടന്നിട്ടേ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഇറങ്ങി വരും, അത്ര തന്നെ. പണ്ടാരം തീർന്നൂലത്. എന്തടി ഒറ്റയ്ക്ക് സംസാരിക്കണേ? സംശയമുണ്ടോ എന്തെങ്കിലും? ഒന്നുമില്ലേ. എന്നാലേ ഇന്നത്തേക്ക് ഇത് മതി. വെറുതെ പഠിച്ച് ഭ്രാന്താവണ്ട. നാളെ നോക്കിയാൽ മതി ബാക്കി. സത്യമായിട്ടും താങ്ക് യു, എൻ്റെ മുത്താണ് കേട്ടോ. അയ്യോ വല്ലാണ്ടങ്ങ് തൂപ്പിക്കല്ലേ. വാ താഴത്തേക്ക് പോവാന്നാല്. നിങ്ങൾ കേട്ടോ, ഞാനേ ചേച്ചിനെയും കൂട്ടി താഴത്തേക്ക് വരാം. ആ എന്നാ ആയിക്കോട്ടെ, ഞാൻ താഴത്തുണ്ടാവും. ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചാ? ഒന്നില്ലേലും ഞാനവിടെ പെട്ട് കുത്തിരിക്കുകയാണ്. എന്നാ എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞാൽ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നൂടെ? വല്ലാത്തൊരു സാധനം കേട്ടോ നിങ്ങള്. ഓ പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സാധനമാണല്ലോ എൻ്റെ സാറ്. ഒന്ന് പൊടിയാടുന്നു. അതും പറഞ്ഞാൽ ശരിയാ. ഇരട്ടകളാണെങ്കിലും പരട്ടകളുടെ സ്വഭാവമാണല്ലോ രണ്ടിനും. ഡീ അത് വേണ്ട, അത് കുട്ടികളി വേണ്ട കേട്ടോ. ഓ ആയിക്കോട്ടെ, എന്നാ വമ്പ് താഴത്തേക്ക് പോവല്ലേ? ആ നടന്നോ. നീ എപ്പത്തില്ല? ആ നീ വന്നോ? ഞാൻ എപ്പത്തിട്ടുള്ളൂ. അല്ല എവിടെ അമ്മ എവിടെ? അവള് ജെൻസാനെ വിളിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ വരും രണ്ടും പാടെ. എന്നാ എല്ലാരും വാ, ഫുഡ് കഴിക്കാം. വേടാ മക്കളെ, അവര് വന്നോളും. ബാ. ആ നിങ്ങൾ ഞങ്ങളെ കൂട്ടാണ്ട് ഫുഡ് അടിക്കാൻ തുടങ്ങിയോ? ഇപ്പൊ അവിടെ ഇരുന്നിട്ടേ ഉള്ളൂ. വാ. ഏട്ടൻ വന്നോ? എപ്പോ എത്തി? ആ ഒരു 5 മിനിറ്റ് കാണും. വാ. അല്ല അങ്കിളെ, മറ്റേറ്റിങ്ങൾ ഇവിടെ ഇല്ലേ? കാണില്ല. ആ 3 എണ്ണം പാടെ രാവിലെ തന്നെ ഇറങ്ങിണ്ടേനി ഇവിടുന്ന്. നീ എവിടെ പോയിന്നൊന്നും അറിയില്ല. ആ ക്രിസ്റ്റീൻ്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞിട്ടേനി. ഇപ്പൊ അവൻ്റെ അടുത്ത് ചിലപ്പോ അവിടെ ആവും ഇന്ന് ഫുള്ള്. ഇന്ന് വരെ ഉണ്ടാവൂലേക്കും. ആ ഡി അമ്മു വേഗം തിന്നാൻ നോക്ക്, നമുക്ക് പോവാനുള്ളതാ. എനിക്കൊന്ന് പോയിട്ട് വേണം ഫ്രഷ് ആവാൻ. നീ വരാൻ വേണ്ടി കാത്തിക്കേനും. ഇന്നെന്തായാലും രണ്ടാളും ഇവിടെ നിന്നാ മതി. അവിടെ ആരുമില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് പോണേ? പിന്നെ നാളെ ഞായറാഴ്ച അല്ലേ, രണ്ടാൾക്കും പണിയൊന്നുമില്ലല്ലോ. സോ അവിടെ നിന്നാ മതി. പിന്നെ അമ്മു ആണെങ്കിൽ ഇടയ്ക്കല്ലേ ഇവിടെ വരലുള്ളൂ. ആ അതന്നെ എനിക്കും പറയാനുള്ളത്. ഇനിയിപ്പോ ഈ രാത്രി എങ്ങോട്ടും പോകുന്നു വേണ്ട, ഇവിടെ നിന്നോ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ, അപ്പൊ നാളെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്നർത്ഥം. ഞാൻ നാളെ ഇപ്പൊ ബുക്ക് തുറക്കേണ്ടി വരില്ല ഭഗവാൻ. മോളെ അനു, നീ എന്താ ഫുഡ് കഴിക്കാൻ വരാത്തേ? ഒന്നുമില്ല അമ്മ, എനിക്ക് വിശക്കുന്നില്ല. അമ്മ പോയി കഴിച്ചോ. എന്ത് പരിപാടി, സുഖല്ലേ? എനിക്കൊരു കുഴപ്പമില്ല അമ്മ, വിശക്കുന്നില്ല, അത്രേ ഉള്ളൂ. അമ്മ പോയി കഴിച്ചോ. ഒന്നുമില്ലാണ്ട് നീ ഇങ്ങനെ ഇരിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്താ കാര്യം? എന്നോട് പറയടേ. അതമ്മ, എനിക്ക് പേടിയാവുക ദിവസം കൂടുന്ന അനുസരിച്ച്. എന്ത് പറ്റി മോളെ? എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ? എനിക്കറിയില്ല അമ്മ, അയാളെ പറ്റി ആലോചിച്ച മുതൽ കയ്യും കാലും വിറക്കുക. നീ എന്തിനാ അയാളെ പറ്റി ആലോചിക്കുന്നേ? എന്തിനാന്ന്? അയാൾ നമുക്ക് ആരുമല്ല, കേട്ടല്ലോ.